നമ്മളിന്ന് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുവരെയായിട്ട് 2 വീഡിയോ ചെയ്തു. ഇൻട്രൊഡക്ഷൻ ടു സി പ്ലസ് പ്ലസ്, അതേപോലെ ഫസ്റ്റ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം COT ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വീഡിയോ സ്റ്റോറേജ് ആൻഡ് ബേസിക് കാൽക്കുലേഷൻസിനെ കുറിച്ചിട്ടാണ്. അവിടെ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചും വേരിയബിൾസിനെ കുറിച്ചും ഡേറ്റ അല്ലെങ്കിൽ നമ്പേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ്. Computers have large memory spaces. കമ്പ്യൂട്ടർ നമുക്കറിയാം, കമ്പ്യൂട്ടറിന് ഒരുപാട് മെമ്മറി സ്പേസ് ഉണ്ട്. ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു വ്യക്തി ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. പക്ഷെ ഒരു സാധനം എടുക്കേണ്ടി വരുമ്പോൾ എല്ലാം വാരി വലിച്ച് പുറത്തേക്ക് ഇടേണ്ട ഒരവസ്ഥ അല്ലേ? സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണത്. ഒരുമിച്ച് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തിരിച്ചെടുക്കേണ്ടി വരുമ്പോൾ എല്ലാം വാരി പുറത്തിടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ എല്ലാം മാറ്റി നോക്കേണ്ട അവസ്ഥ. എന്നാലേ നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരവസ്ഥ വരരുത്. നമ്മുടെ കമ്പ്യൂട്ടറിലെ വലിയ മെമ്മറി കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫയൽസ് അല്ലെങ്കിൽ ഡേറ്റ റിട്രീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. But as programmers, we need to utilize this space effectively. Unlike our bedrooms, we don't want this space to look messed up. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള മെമ്മറി വളരെ എഫക്റ്റീവായിട്ട് എത്രത്തോളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോഗ്രാമിങ്ങിലും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ബെഡ്റൂം ഒരിക്കലും നമ്മൾ വാരി വലിച്ചിടാനായിട്ട് ആഗ്രഹിക്കത്തില്ല അല്ലേ? അതേപോലെ തന്നെയായിരിക്കണം നമ്മൾ മെമ്മറി സ്പേസ് യൂട്ടിലൈസ് ചെയ്യുമ്പോഴും. Hence, we use the concept of storing stuff in containers. It is similar to how we keep food in containers inside the refrigerator. ഇവിടെ നോക്കിയേ, ഈ ഷെൽഫിൽ നമ്മൾ കുറേ കണ്ടെയ്നേഴ്സ് അടുക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്താണ് നമ്മൾ ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ റെഫ്രിജറേറ്ററിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഐറ്റം എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് എളുപ്പം എടുക്കാം അല്ലേ? ഏത് ഐറ്റമാണ് ആ ഐറ്റം മാത്രം, ആ കണ്ടെയ്നർ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു അടുക്കും ചിട്ടയുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ മെമ്മറിയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോഴും ഫോളോ ചെയ്യേണ്ടത്. These containers make it easy to access the stuff/food whenever we need it. Now, let's assume you need to store something in your computer memory. For this, you will need a container, just like the one you have in your refrigerator. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ട സമയത്തും നമുക്ക് ഇതേപോലെ അല്ലേ ഒരു കണ്ടെയ്നർ വേണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കണ്ടെയ്നർ എന്നുള്ള കൺസെപ്റ്റ് നമ്മളിവിടെ മെമ്മറി യൂസ് ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി യൂസ് ചെയ്യുമ്പോഴും കൊണ്ടുവരുവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡ് ഉണ്ട് അല്ലേ? In programming, this storage container is called the variable. അതിനെ പറയുന്ന പേര് വേരിയബിൾ എന്നാണ്. സ്റ്റോറേജ് കണ്ടെയ്നർ എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ സ്റ്റോറേജ് കണ്ടെയ്നറിനെ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ പറയുന്ന വാക്കാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ്, അതാണ് ഇത് വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Remember the name variable, as we will use this name a lot from now onwards. നമ്മൾ ഇനി ശ്രദ്ധിച്ചിരുന്നോളണം, വേരിയബിൾ എന്നുള്ളൊരു വേർഡ് നമ്മളിനി ഈ പ്രോഗ്രാമിങ്ങിൽ മുഴുവൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. എന്താണ് വേരിയബിൾ ശരിക്കും? സ്റ്റോറേജ് കണ്ടെയ്നർ എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് മെമ്മറിയുടെ അകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടെയ്നർ അല്ലേ? ആ കണ്ടെയ്നറിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് വേരിയബിൾ എന്ന് പറയുക. It becomes much easier to identify the food in the container if you had put a label on the container in the refrigerator. ഇനി ഒരുപാട് കണ്ടെയ്നർ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ അടുക്കി വെച്ചിട്ട് നമ്മൾ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് എന്ത് ഫുഡ് ഐറ്റം ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ? കാര്യം എന്താ, എല്ലാ കണ്ടെയ്നറും ഒരേപോലെ ഇരിക്കുന്നു. ഇതിനകത്ത് എന്താണ് ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാ കണ്ടെയ്നറും ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കണ്ടെയ്നറിനും ലേബൽ ഇടുക. എന്ത് ഐറ്റമാണ് ഓരോ കണ്ടെയ്നറിലും ഉള്ളത് എന്ത് ഐറ്റമാണെന്ന് നമ്മൾ ലേബൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അതിനെ ആക്സസ് ചെയ്യാം അല്ലേ? Similarly, we have to provide our storage container, also known as the variable, with a unique name, so that it comes to our service whenever called upon. ഇവിടെ നമ്മൾ വേരിയബിൾസിനും എന്ത് ചെയ്യും, അതേപോലെ ഒരു യൂണീക്ക് ആയിട്ടൊരു നെയിം കൊടുക്കും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് എന്ത് ചെയ്യാം, ഈ വേരിയബിൾ നെയിം വെച്ചിട്ട് നമുക്ക് ആ
വേരിയബിളിനെ കോൾ ചെയ്യാം, അല്ലെ ആവശ്യമുള്ളപ്പോൾ ആ വേരിയബിൾ നെയിം യൂസ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടെയ്നറിനെ ലേബൽ ചെയ്തിരിക്കുന്നതിന് പകരം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, വേരിയബിളിന് നെയിം ചെയ്യുന്നു, ഒരു യൂണീക്ക് നെയിം, അല്ലേ? Along with that, we also need to mention the type of value it will contain, e.g., words, numbers, etc. ഓക്കെ, നമ്മൾ വേരിയബിളിന് നെയിം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏത് ടൈപ്പിലുള്ള വാല്യൂ ആണ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്നും കൂടി ഓർത്ത് വയ്ക്കുക, അല്ലേ? കാര്യം ഏത് ടൈപ്പ്, പല ടൈപ്പിലുള്ള വാല്യൂസ് ഉണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നെയിം ഉണ്ട്, നമ്പർ ഉണ്ട്, അല്ലേ, ബൂളിയൻ വാല്യൂസ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള വാല്യൂസ് നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ഏത് ടൈപ്പാണെന്നുള്ളത് കൂടി, സ്ട്രിങ് ആണോ, നമ്പർ ആണോ, ക്യാരക്ടർ ആണോ എന്നൊക്കെയുള്ള ആ ഒരു ടൈപ്പ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾ നെയിം സ്പെസിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ പറയണം. അപ്പോൾ അതാണ് വേരിയബിളിൻ്റെ ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ ടൈപ്പ് എന്ന് പിന്നെ പഠിക്കുന്നത്, അല്ല, ഡേറ്റ ടൈപ്പ് എന്ന് പഠിക്കുന്നത് എന്താണ്, ഇത്തരത്തിൽ ഏത് ടൈപ്പിലുള്ള ഡേറ്റയാണ് ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്നും കൂടി സൂചിപ്പിക്കാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേരിയബിളിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത്? ഒരു നെയിംഡ് ലൊക്കേഷനാണ്, ശരിക്കും ഒരു ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് വേരിയബിൾ എന്ന് പറയുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ടൈപ്പും കൂടി നമ്മൾ പറയും, ഏത് ടൈപ്പിലുള്ള ഡേറ്റയാണ് അവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. To understand it better, let's compare the steps of storing food in container to storing data in a variable. നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണ്. Identify one container. Define the type of variable. അപ്പോൾ ഒരു കണ്ടെയ്നർ നമ്മൾ എടുത്ത് വെക്കുന്നതിന് പകരം ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഒരു ടൈപ്പിലുള്ള വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, അല്ലേ? ഒരു കണ്ടെയ്നറിന് പകരം നമ്മളിവിടെ പ്രോഗ്രാമിംഗിൽ ചെയ്യുന്നത് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. Give the container a label. Assign a name to the variable. കണ്ടെയ്നറിന് ലേബൽ കൊടുക്കുന്നത് പോലെ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു നെയിം അസൈൻ ചെയ്യുന്നു. Put food in the container. Put a value in the variable. കണ്ടെയ്നറിനകത്ത് നമ്മൾ ഫുഡ് ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഐറ്റം ഫില്ല് ചെയ്യുന്നത് പോലെ വേരിയബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. That's it. It is as simple as that. Let's see how these steps would look in C++. Define the type of variable. String. This means the container will store words. നമുക്കൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. ഏത് ടൈപ്പിലുള്ള വേരിയബിളാണ്? സ്ട്രിങ് ടൈപ്പിലുള്ള വേരിയബിൾ. അതായത് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് വേർഡ്സോ സ്ട്രിങ്, എന്തെങ്കിലും സ്ട്രിങ് ടൈപ്പിലുള്ള ഡേറ്റയോ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ വേരിയബിളിൻ്റെ ടൈപ്പ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യും? Give the container a label. Container 1, the name we are giving to the container. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന പേര് കണ്ടെയ്നർ. Put a value in the variable. Container 1 equals hello. We assigned hello as the value to store in the container. അല്ലേ, ഇപ്പോൾ നമുക്കിവിടെ കണ്ടെയ്നർ 1 എന്നുള്ളതാണ് വേരിയബിളിൻ്റെ പേര്. അതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടത് വാല്യൂ എന്താണ്? ഹെലോ എന്നുള്ള ഒരു സ്ട്രിങ് ആണ്, അല്ലേ? സ്ട്രിങ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഡബിൾ കോട്ട്സിൽ വേണം കാണിക്കാൻ. This is how it would finally look like. ഇത് C++ പ്രോഗ്രാമിംഗ് കോഡ് വെച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയേ. സ്ട്രിങ്, അതാണ് അതിൻ്റെ ടൈപ്പ്, അല്ലേ? കീവേഡ് സ്ട്രിങ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, വേരിയബിൾ നെയിം പറയുവാണ്, കണ്ടെയ്നർ 1. അപ്പോൾ കണ്ടെയ്നർ 1 എന്നുള്ളത് വേരിയബിളിന് കൊടുത്ത നെയിമാണ്, അതിൻ്റെ ടൈപ്പാണ് സ്ട്രിങ് എന്നുള്ളത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, കണ്ടെയ്നർ 1 ഈക്വൽ ടു ഹെലോ. അതായത് ആ കണ്ടെയ്നർ 1 എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ ഡേറ്റ അസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. എന്ത് ഡേറ്റയാണ്? ഹെലോ എന്നുള്ള സ്ട്രിങ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഹെലോ എന്നുള്ള സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഡബിൾ കോട്ട്സിലാണ് അത് കാണിച്ചിരിക്കുക, അല്ലേ? അപ്പോൾ ഹെലോ എന്നുള്ള സ്ട്രിങ് കണ്ടെയ്നർ 1 എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. Let's see how to create a variable to store words, like our name. For this, we need to tell the computer that we would like to store text in the variable. To do that, we use the keyword string before the variable name. അപ്പോൾ നമുക്കൊരു വേർഡ് ഒരു വേരിയബിളിലേക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഒരു ഡേറ്റ ടൈപ്പ് വെച്ചുകൊണ്ട് ഒരു സ്ട്രിങ് ടൈപ്പിലുള്ള വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം. Something like this. കണ്ടോ, എന്താണ്, സ്ട്രിങ് ടൈപ്പാണ്. വേരിയബിൾ നെയിം എന്നുള്ളത് തന്നെയാണ് വേരിയബിളിൻ്റെ നെയിം. അപ്പോൾ വേരിയബിൾ ഏതാണ്? നെയിമാണ്, അല്ലേ? നെയിം ഈക്വൽ ടു ജെയിംസ്. ജെയിംസ് എന്നുള്ള പേര് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു? നെയിം എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ആ നെയിം എന്നുള്ള വേരിയബിൾ ഏത് ടൈപ്പാണ്? സ്ട്രിങ് ടൈപ്പാണ്. Did you notice that we use double quotes to insert value in the string variable? This is how it is to be done always. ഞാൻ നേരത്തെ
സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡബിൾ കോട്ട്സിൽ കാണിച്ചിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കിയേ, അവിടെ എന്തോ വിട്ടുപോയിട്ടുണ്ട് അല്ലേ, സ്ട്രിങ് ഡാഷ്, താഴെ മൈ പ്ലാനറ്റ് ഈക്വൽ ടു എർത്ത്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യണം. അപ്പോൾ നോക്കിയാൽ അറിയാം, മൈ പ്ലാനറ്റ് എന്നുള്ള വേരിയബിളാണ്. ആ വേരിയബിളിലേക്ക് എന്ത് അസൈൻ ചെയ്തിരിക്കുന്നു, എർത്ത് എന്നുള്ള വേർഡ് അസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ശരിക്കും മൈ പ്ലാനറ്റ് എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സ്ട്രിങ് ടൈപ്പിലെ മൈ പ്ലാനറ്റ് എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരും, സ്ട്രിങ് മൈ പ്ലാനറ്റ്. എന്ത് ചെയ്തു, മൈ പ്ലാനറ്റ് എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ മൈ പ്ലാനറ്റ് ഈക്വൽ ടു എർത്ത്, മൈ പ്ലാനറ്റ് എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ എർത്ത് എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, സ്ട്രിങ് മൈ പ്ലാനറ്റ്. Sometimes we require a special kind of value to be stored, mostly for decision making. Yes, you must have guessed it by now, true or false, also called Boolean values. ചില സമയത്ത് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് എസ് ആണോ നോ ആണോ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ കൈൻഡ് ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്യാറുണ്ട്. അത്തരം വാല്യൂസിനെ പറയുക ബൂളിയൻ വാല്യൂസ് എന്നാണ് പറയുക. ട്രൂ ഫോൾസ് വാല്യൂവിനെ പറയുക ബൂളിയൻ വാല്യൂ എന്നാണ് പറയുക. അത്തരം വേരിയബിൾസിനെ പറയുക ബൂളിയൻ വേരിയബിൾസ് എന്നാണ് പറയുക. To store such values we use the keyword bool. Something like this. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കീവേഡ് നോക്കിയാൽ ബൂൾ അല്ലേ, ബൂൾ ഈസ് കറക്റ്റ് എന്നുള്ളത് ബൂളിയൻ വേരിയബിളാണ്, ബൂൾ വേരിയബിളാണ്. ഈക്വൽ ടു എന്തെന്നാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ട്രൂ എന്നാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈസ് കറക്റ്റ് എന്നുള്ള ബൂളിയൻ വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ട്രൂ ആണ്. അവിടെ ട്രൂ എന്നുള്ളത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഡബിൾ കോട്ട്സിലൊന്നും കൊടുക്കരുത്. ഡബിൾ കോട്ട്സിൻ്റെ ആവശ്യമില്ല, കാര്യം അത് സ്ട്രിങ് ഒന്നും അല്ല, അതൊരു വാല്യൂ ആണ് അല്ലേ. ട്രൂ എന്നുള്ളത് സ്ട്രിങ് ആയിരുന്നു, നിങ്ങൾ ഡബിൾ കോട്ട്സിൽ കൊടുത്തേനെ. Value stored in such a variable is either true or false, without the double quotes. ഇവിടെ വീണ്ടും ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് ബോൾ ഈക്വൽ ടു ഡാഷ്. ബോൾ എന്നുള്ളത് ടൈപ്പാണ് അല്ലേ. അപ്പോൾ ബോളിയൻ ടൈപ്പിൽ കൊടുക്കാവുന്ന വാല്യൂ ഏതാണ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ട്രൂ കൊടുക്കാം അല്ലേ, ബോൾ ഈക്വൽ ടു ട്രൂ. Let's see how to create a variable to store numbers. ഇനി നമുക്ക് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്പേഴ്സ്, ഇതുവരെ നമ്മൾ സ്ട്രിങ്ങും ബോളിയൻ വാല്യൂസാണ് സ്റ്റോർ ചെയ്തത്. ഇനി നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വേരിയബിൾ. For this, we need to tell computer that the value we would like to store is a number. We do this by using the keyword int before the variable name. നമ്മൾ കമ്പ്യൂട്ടറിനോട് ആദ്യം പറയണം, ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ നമ്പർ ആയിരിക്കും എന്നുള്ളത് കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇൻറ്റ് എന്നുള്ള കീവേഡ്. ഇൻറ്റ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റ് എന്നുള്ള കീവേഡ് കാണിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ഈ വേരിയബിൾ എന്തിനുള്ളതാണ്, നമ്പർ സ്റ്റോർ ചെയ്യാൻ മാത്രമുള്ള വേരിയബിൾ ആണെന്ന് മനസ്സിലാവും. Something like this. ഇവിടെ എക്സാമ്പിൾ ഇൻറ്റ് സ്കോർ. സ്കോർ എന്നുള്ളതൊരു വേരിയബിളാണ്, ടൈപ്പ് എന്താണ് ഇൻറ്റ്. അപ്പോൾ കമ്പ്യൂട്ടറിന് എന്താ മനസ്സിലാവുക, സ്കോർ എന്നുള്ള വേരിയബിളിൽ ഒരു നമ്പർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ. ഇനി ഇൻറ്റ് സ്കോർ ഈക്വൽ ടു 100 അല്ലേ. മറ്റത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, ഇൻറ്റ് സ്കോർ എന്നുള്ളത് മാത്രമാണ്, അതായത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലോ ഇൻറ്റ് സ്കോർ ഈക്വൽ ടു 100 എന്നും കൂടി കൊടുത്തിട്ടുണ്ട്, അതായത് സ്കോർ എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതിനകത്തേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നുമുണ്ട്. എത്രയാണ് വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, 100 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഇൻറ്റ് സ്കോർ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഡിക്ലറേഷൻ മാത്രം. ഇൻറ്റ് സ്കോർ ഈക്വൽ ടു 100 എന്ന് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുക ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അതായത് ക്രിയേഷനും വാല്യൂ അസൈനിങ്ങും ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്നത് എന്താണ്, ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കാം. ടാപ്പ് ദ ഓപ്ഷൻ ഇൻ കറക്റ്റ് ഓർഡർ. അപ്പോൾ നമ്മൾ ഓർഡറിൽ ഓപ്ഷൻസ് ടാപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റ് എന്തായിരിക്കണം വരേണ്ടത്, ഇൻറ്റ് ഒരു വേരിയബിൾ നെയിമാണ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇൻറ്റ് റോൾ നമ്പർ ഈക്വൽ ടു അതിനകത്തേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യണം. എന്തായിരിക്കും വാല്യൂ, 25 അല്ലേ. ഇൻറ്റ് റോൾ നമ്പർ ഈക്വൽ ടു 25
ദെൻ അടുത്ത എന്താണ് സി ഔട്ട് റോൾ നമ്പർ എന്നാണ് വരേണ്ടത്. ഔട്ട്പുട്ട് ചെയ്യാനായിട്ടുള്ള സിമ്പിളാണ് അവിടെ കാണിച്ചിരിക്കുക അല്ലേ. അപ്പോൾ സി ഔട്ട് ഇൻസേർഷൻ റോൾ നമ്പർ. ഇപ്പോൾ എന്ത് വരും? ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇൻറ്റു റോൾ നമ്പർ ഈക്വൽ 25 സി ഔട്ട് റോൾ നമ്പർ. Now that you know how to create a variable which stores numbers, let's start doing some basic maths with it. ഇനി നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് ആണ് നമ്പേഴ്സ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് സ്നിപ്പറ്റ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇൻറ്റ് എ ഈക്വൽ ടു 15 എ എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ വാല്യൂ എത്രയാണ്? 15 ആണ്. ഇൻറ്റ് ബി ഈക്വൽ ടു 5 ബി എന്നുള്ളൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. ഇൻറ്റ് സി എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ, അതിനകത്തേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടില്ല അല്ലേ. ഇനി സി ഈക്വൽ ടു എ പ്ലസ് ബി. സി എന്നുള്ളത് വേരിയബിളാണ്. ആ സിയിലേക്ക് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്? എയും ബിയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ എത്ര വരും? സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 15 + 5 20. സി ഔട്ട് സി കൊടുത്തിരിക്കുന്നു അല്ലേ. ഔട്ട്പുട്ട് ചെയ്യണം. എന്താണ് സിയുടെ വാല്യൂ? അപ്പോൾ എത്രയായിരിക്കും ഔട്ട്പുട്ട് വരിക? ആദ്യം 20 ആയിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പോൾ ആദ്യത്തേതോ ലാസ്റ്റത്തേതോ ആവാം അല്ലേ. ഇനി രണ്ടാമത്തേക്ക് സി ഈക്വൽ ടു എ മൈനസ് ബി അല്ലേ. സി ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 15 - 5 എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത് വരേണ്ടത് സി ഔട്ട് സി. വീണ്ടും സിയുടെ വാല്യൂ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ എത്രയാണ് ഔട്ട്പുട്ട് വരിക? 10 ആണ് അല്ലേ. വീണ്ടും മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ, സി ഈക്വൽ ടു എ സ്റ്റാർ ബി. സിയുടെ പുതിയ വാല്യൂ എത്രയാണ്? എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ എത്രയാണ്? 15 × 5 75 ആണ് അല്ലേ. അപ്പോൾ സി ഔട്ട് സി എന്തായിരിക്കും? സി ഔട്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ചെയ്യുന്ന സി എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ മൂന്നാമത്തെ വാല്യൂ 75 ആയിരിക്കും. അപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ്. ഇനി വീണ്ടും നാലാമത്തെ കൂടി നോക്കിയേക്കാം. സി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി. എ എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ ബി എത്രയാണ്? 5. 15 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ സിയുടെ ആൻസർ 3 ആണ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്, സി ഔട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? സിയുടെ വാല്യൂ ആണ്. സിയുടെ വാല്യൂ എത്രയാണ്? 3. അപ്പോൾ എത്രയാണ് ശരിക്കുള്ള ആൻസർ? 20 10 75 3 അല്ലേ. ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ട് വരിക. So in this topic you have learned many things, but the most important ones are storing data in a computer program. അപ്പോൾ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളാണ്. ആദ്യം സ്റ്റോറിങ് ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ എങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. Printing the stored values using the print command. അടുത്തായിട്ട് പ്രിന്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഈ വാല്യൂസിനെ പ്രിന്റ് ചെയ്യുന്നു. Different types of variables, int, string, boolean. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇതിനകത്തുള്ള ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ഇൻറ്റ്, സ്ട്രിങ്, ബൂളിയൻ. അതുകൂടാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വോയിഡ്, ഫ്ലോട്ട്, ചാർ. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ്. Doing basic math operations on numbers and printing them. ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ബേസിക് മാത്തമാറ്റിക്സ് ഓൺ നമ്പേഴ്സ്. എന്നിട്ട് അതിനെ എങ്ങനെയൊക്കെ പ്രിന്റ് ചെയ്യിക്കാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. Computers have large memory spaces. As good programmers, we should use this space effectively. In real life, we store stuff in containers, like placing food in containers before keeping them in a refrigerator. In programming, these storage containers are called variables. Before we store content in the variable, we must define the type of content we will store in the variable and give a name to the variable. Let's see how we will store hello in a variable in C++. String container 1 equals hello. Here, string is the type of content we will store in the variable, and container 1 is the name we have given the variable. The above code means we're storing hello in the variable called container 1. For storing numeric type of variable, we use the term int. Int stands for integer values. Example, int score equals 100. This will store the value 100 in the variable we named score. Now that you've learned how to store values in variables,
Check out a few code snippets on variables in the Programs section and practice your skills in the compiler in the Programming Hub app. താങ്ക് യു. നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.